അങ്ങനെ ഏപ്രിൽ മാസത്തേക്ക് അബുദാബി യാത്ര ഞാൻ മാറ്റിവെച്ചു. എന്തുകൊണ്ടെന്നാൽ യുദ്ധം തുടങ്ങി. യുദ്ധമല്ലേ, മനുഷ്യൻ്റെ യുദ്ധം എന്ന് പറയുന്ന മനുഷ്യനെ കൊല്ലുന്ന, അധികാരത്തിന് വേണ്ടിയും ഇരിപ്പിടങ്ങൾക്ക് വേണ്ടി അല്ലേ, ഇരിപ്പിടങ്ങൾക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും മനുഷ്യനെ കൊന്നു തള്ളുന്ന നീചമായ യുദ്ധം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് ഞാൻ 3 പുസ്തകങ്ങൾ എഴുതി. ഞാനത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് യുദ്ധം കൊണ്ടൊന്നും നേടുന്നില്ല, അധികാരം കൊണ്ടും ഒന്നും നേടുന്നില്ല. നമ്മൾ എന്തെങ്കിലും നേടുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് വലിയ അബദ്ധമാണ്. മഹാഭാരത യുദ്ധത്തിൽ അധർമ്മഭാരതം എന്ന നോവല്, അത് ഞാൻ ശകുനിയെക്കുറിച്ച് എഴുതി. പകയുടെ മനസ്സുമായി ജീവിച്ച, പക വീട്ടാനുള്ളതാണെന്ന് കണ്ടെത്തിയ, തൻ്റെ കുലം നശിച്ചവൻ്റെ കുടുംബത്തിലേക്ക് കയറി ആ കുലം മുഴുവൻ നശിപ്പിച്ച ശകുനിയെക്കുറിച്ച് എഴുതി. പിന്നെ അശ്വത്ഥാമാവിനെക്കുറിച്ച് എഴുതി. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ യുദ്ധങ്ങളെക്കുറിച്ച് എനിക്ക് പഠിക്കാനും യുദ്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാനും, അവസാനം യുദ്ധമെല്ലാം കഴിഞ്ഞ് മഹാഭാരതത്തിൽ എല്ലാവരും മനസ്സിലാക്കി താൻ എല്ലാം വേണ്ടപ്പെട്ടവരെയാണ് കൊന്നു തള്ളിയത്. കുറേ കാലം രാജ്യം ഭരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മടുത്തു, മനസ്സൊക്കെ മടുത്തു, മരിക്കാൻ തയ്യാറായി യാത്ര പോകുന്നതാണ് അല്ലേ. മഹാഭാരതത്തിൽ നമ്മളങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലേ, എല്ലാവരും ധൃതരാഷ്ട്രരാണെങ്കിലും ഗാന്ധാരിയാണെങ്കിലും പഞ്ചപാണ്ഡവന്മാരെല്ലാം മരിക്കാനായിട്ട് ഹിമാലയ യാത്രയാണ്. അത് നമ്മൾ പഠിക്കേണ്ട, മഹാഭാരതം പോലൊരു ഇതിഹാസ കൃതിയില്ല. ജീവിതം പഠിക്കേണ്ട, ജീവിതം മനസ്സിലാക്കേണ്ട, തെറ്റുകളും ശരികളും ഒക്കെ നമ്മൾ ഭീഷ്മർ എന്താണ്? ഭീഷ്മർ ശകുനിയുടെ ചെറിയ ഒരു രാജ്യം, ഇന്നത്തെ കണ്ടഹാർ അതാണിപ്പോഴും കണ്ടഹാർ എന്ന് ഇപ്പം തീവ്രവാദ പ്രവർത്തനമാണ് അഫ്ഗാനിസ്ഥാൻ, ഇതാണെന്ന് എൻ്റെ ഓർമ്മ. ആ ഗാന്ധാരം, കണ്ടഹാർ, ആ ഗാന്ധാരത്തിലെ ഗാന്ധാരി എന്ന് പറഞ്ഞ സുന്ദരിയായ രാജകുമാരി ധൃതരാഷ്ട്രരും ഭീഷ്മരും ചേർന്ന് തട്ടിക്കൊണ്ടുവന്നു അല്ലേ, തട്ടിക്കൊണ്ടുവരുമല്ലേ ചെയ്തേ. തട്ടിക്കൊണ്ടുവന്നു ഈ അന്ധനായ ധൃതരാഷ്ട്രർക്ക് കൊടുത്തു. ലോകത്താരെങ്കിലും മനസ്സറിയാതെ ഒരു രാജകുമാരി തൻ്റെ യൗവന സ്വപ്നങ്ങൾ മുഴുവൻ അവർ കണ്ണ് മൂടിക്കെട്ട് ഈ മനുഷ്യൻ്റെ കൂടെ കഴിഞ്ഞു. അയാളാണെങ്കിലോ യുദ്ധവീരനായ മനുഷ്യൻ. അംബാലികമാരെ തട്ടിക്കൊണ്ടുവന്നു. ഭീഷ്മർ എന്ത് നേടിയാണെന്ന് പറയുന്നത്. ഭീഷ്മാചാര്യർ അവസാനം ചർച്ചയെ കിടന്ന് കണ്ണുനീർ വാർക്കും, സ്വച്ഛന്ത മൃത്യു, ഞാൻ മരിക്കുമ്പോൾ. ഇതൊക്കെ നമ്മൾ മഹാഭാരതത്തിൻ്റെ ഇതിഹാസ കൃതികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആ ചരിത്രം, ഈ യുദ്ധം ചെയ്യുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന വളരെ നല്ലതാണ്. എന്ത് നേടുന്നു എന്നുള്ളതാണ്. മഹാഭാരതത്തിൻ്റെ അവസാനം പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് മരിക്കുന്നു എന്നാണ്. വെന്തുരുകി ധൃതരാഷ്ട്രമാണെങ്കിലും ഗാന്ധാരിയാണെങ്കിലും ഒക്കെ കാട്ടുതീയിൽപ്പെട്ട് ആ വെന്തുരുകി നീറി നമ്മളൊന്ന് അഞ്ചു നോക്കുക. നമ്മൾ ജഡാവസ്ഥയിലാണെങ്കിൽ പോലും നമ്മളെ ജഡമായിട്ട് നമ്മളെ ആ അഗ്നിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈശ്വര എന്ന് നമ്മൾ കണ്ടു നിൽക്കുന്നവർ വിളിക്കും. കാരണം പുകയുന്ന ആ പച്ച വിറകിൻ്റെ പുറത്തേക്ക് വാക്കിരിയിട്ട് ഹൈന്ദവ സംസ്കാരത്തിലാണെങ്കിൽ അഗ്നിയിട്ട് മണ്ണ് കൊണ്ട് മൂടി അതിനെ ദഹിപ്പിച്ച് കളയും. ഞാൻ കാശിയിൽ പോയി. ഞാനും ടീച്ചറും കുറേ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഗംഗയിൽ കൂടെ പോയി. ആദ്യം ഗംഗയിൽ ഇങ്ങനെ കുറേ സ്ഥലത്ത് വെള്ളമില്ല. അപ്പോൾ എൻ്റെ കൂടെ വന്നവരോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് ഞാൻ കുറേ സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടുപോയി. കാരണം ഗംഗയുടെ തീരത്ത് അല്ലെങ്കിൽ ഗംഗയുടെ നടുവിൽ ഈ ബലികർമ്മങ്ങൾ ചെയ്യാനായിട്ട്, ബലികർമ്മങ്ങൾ സാധാരണ പോലെയല്ല, പിതൃക്കൾക്കുള്ള ബലികൾ. അങ്ങനെ ഞാൻ ആ വെള്ളം ഒഴിഞ്ഞു കിടന്ന വള്ളത്തിൽ കയറി ഗംഗയുടെ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ മരുഭൂമി പോലെ കിടക്കുകയായിരുന്നു. അവിടെ എൻ്റെ കൂടെ വന്നവരെല്ലാവരെയും കൂടെ ചേർത്ത് ഞാൻ ബലികർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവിടുന്ന് രാത്രി ഗംഗാരതി ഒഴിയുന്ന സ്ഥലമുണ്ട്, അവിടുന്ന് ഞാൻ അവിടെ വന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാശിയിലേക്ക് പോയി. ആ ശവങ്ങൾ കത്തുന്ന സ്ഥലത്ത് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. എന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. എത്രയോ മനുഷ്യർ, ജീവിച്ചവർ, സ്വപ്നങ്ങളുണ്ടായിരുന്നവർ അല്ലേ, ജീവിതം സ്വപ്നം കണ്ടവർ, സാമ്രാജ്യങ്ങൾ നേടിയവർ അല്ലേ, പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ അവരെല്ലാം കൊണ്ടുവന്നിട്ട് ആ വിറവുകളുടെ ഇടയിലേക്ക് ശവങ്ങളിങ്ങനെ കത്തുകയാണ്. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ പോയി നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പം തലയോട്ടി വന്ന് പൊട്ടിത്തെറിച്ചിട്ട് അസ്ഥികൂടങ്ങൾ വന്ന് എല്ലുകൾ വന്ന് പുറത്തടിക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ തോന്നലാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ശരിക്കും. അവിടെ ആ അഗ്നിച്ചൂട് 4 ചുറ്റും ചിതകൾ ഇങ്ങനെ കത്തുമ്പം അതിൻ്റെ ഇടയിലിരുന്ന് ഉഗ്രപ്രത്യങ്കര
ആ ഉഗ്രപ്രത്യങ്കനെ ഇങ്ങനെ ജപിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം ആ ശവങ്ങളുടെ ഗന്ധം പോലും നമ്മളറിയില്ല. നമ്മൾ ആ ശവമായിട്ട് തന്നെ മാറും, ജഡാവസ്ഥയിലാവും. പോകേണ്ടതാണ് നമ്മൾ കാശിയിൽ. ഞാനിപ്പോൾ വീണ്ടും യാത്ര വയ്ക്കുന്നുണ്ട് ഈ വർഷം. വാരണാസിയിലേക്ക്, കാശിയിലേക്ക് ഒരു യാത്രയും കൂടെ വേണം. ഞാനിങ്ങനെ കുറേ പേരെയും കൊണ്ട് പോകും. പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്താണ് പോകാറ്. ഇവിടുന്ന് ട്രെയിനിൽ സ്വാതന്ത്ര്യങ്ങളൊക്കെ അയച്ച് ആ കർമ്മങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരം കൊണ്ടുവന്നിട്ട്, സുന്ദരിയായ ഒരു സ്ത്രീയാണ്, അവരെ കൊണ്ടുവന്നിങ്ങനെ അവർ ഈ ശവം അടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യൂഷ്വൽ പ്രവൃത്തിയാണ്, അവന് ഒരു പ്രശ്നവുമില്ല. കൊണ്ടുവന്ന വെള്ളത്തിൽ ഇങ്ങനെ മുക്കും, കൊണ്ടുവന്ന അഗ്നിയിലേക്ക് ഇങ്ങനെ ഇടും, വിറക് വാരിയിടും, ചിരട്ട വാരിയിടും. ആ കത്തിത്തീരുന്ന ശവങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരിക്കലെങ്കിലും മനുഷ്യൻ സൗന്ദര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത്, മസിൽ പവറാണ് ഏറ്റവും വലുത്, അല്ലേ? സുന്ദരമായ ഫേസ് ക്രീം ഇട്ട് തുളിപ്പിച്ച സൗന്ദര്യപരമാക്കിയ നമ്മുടെ മുഖം, ഇതെല്ലാമാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നവർ ഓരോ അവസ്ഥകളും കഴിഞ്ഞ് അവസാനം വാർദ്ധക്യാവസ്ഥയിലോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഏതെങ്കിലും രോഗാവസ്ഥയിലോ നമ്മളെ ഈശ്വരൻ മടക്കി വിളിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു ജഡം ആർക്കും വേണ്ട, പിന്നെ സ്മരണകളിൽ പോലുമില്ല. അവനുണ്ടാക്കിയ സ്വത്തും സമ്പത്തും ഒക്കെ അടിയും പിടിയും ഒക്കെ കൂടി മക്കൾ പോലും മറന്നു പോകുന്ന കാലം. ഇപ്പോൾ എനിക്ക് എൻ്റെ അപ്പൂപ്പനെ അറിയാം, എൻ്റെ അമ്മൂമ്മയെ അറിയാം. ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ കൂടെ സ്വർഗവാല ഏകാദശിക്ക് ചെങ്ങളൂർ മഹാക്ഷേത്രത്തിൽ ദേവിയിലൂടെ നടന്നു പോകുമ്പം എടാ എന്നെ കുട്ടാന്നാണ് വിളിക്കുന്നത്. കുട്ടാ ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് അമ്മൂമ്മ മരിച്ചു പോവും എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ അമ്മൂമ്മയുടെ കൂടെ കിടന്നുറങ്ങുമ്പോൾ അമ്മൂമ്മ മരിച്ചു പോയി. എൻ്റെ കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അറമ്പറ്റിയൻ്റെ ആ ഒരു വാക്കിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേ പൂർവ്വജന്മത്തിൽ നിന്നിങ്ങനെ ഫലങ്ങൾ പറയാനായിട്ടുള്ള പലതും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ അബുദാബിയിലേക്ക് പോകാനായിട്ട് എല്ലാം തീരുമാനിച്ച് ടിക്കറ്റൊക്കെ ശരിയായി. നമ്മുടെ സുരേഷും ദീപയും എല്ലാം എനിക്ക് അവിടെ പോകാനായിട്ടുള്ള എല്ലാ സംവിധാനവും ചെയ്യുന്ന വീട്ടിലെ നമ്പറൊക്കെ കൊടുത്ത് എന്നെ ഒരുപാട് പേര് കാണാനൊക്കെ ഇരിക്കുമ്പം രാവിലെ ഒരു കാര്യമില്ലാതെ ഞാൻ ടീച്ചറിനെ പറഞ്ഞു, ടീച്ചറെ മരുഭൂമിയിൽ കൊണ്ട് കളയും കേട്ടോ. അയ്യോ എന്നെ കളയോ? ഞാൻ കളയും മരുഭൂമിയിൽ. അപ്പോൾ ഞാൻ മരുഭൂമിയിൽ എന്ത് ചെയ്യും? മരുഭൂമി തീ പിടിക്കും, മരുഭൂമിയിൽ കനത്ത ചൂടാണ്, മരുഭൂമി തീ പിടിക്കും എന്ന് പറഞ്ഞു. മരുഭൂമി തീ പിടിക്കൂ? ടീച്ചറെ പൊട്ടിയാണ് ചില കാര്യങ്ങളിൽ നമ്മളെ തർക്കിക്കുകയൊക്കെ ചെയ്യും, വലിയ തർക്കമൊക്കെ ആത്മീയ കാര്യങ്ങൾ തർക്കിക്കുകയൊക്കെ ചെയ്യും. ഇത്തരം കാര്യങ്ങൾക്ക് അത് വലിയ വിവരമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മരുഭൂമി തീ പിടിച്ചില്ലേ? അപ്പോൾ ഈ വാക്കുകൾ, അതാണ് ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ, നാവിൽ നിന്ന് പോകുന്ന വാക്ക് ഈ വില്ലിൽ നിന്ന് പോകുന്ന അസ്ത്രം തിരിച്ചെടുക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ചിലയിടത്ത് ഇങ്ങനെ പറയും മനസ്സുകൊണ്ട്, പിന്നെ പെട്ടെന്ന് മാറ്റും. എന്നാലും നമ്മൾ ആരെയും ഒന്നും പറയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തിന് പറയണം? നമുക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ഈ വാരണാസിയെക്കുറിച്ച് പറഞ്ഞ കാശിയിലെ ഈ ശവങ്ങൾക്ക് നമ്മൾ ഒരിക്കലെങ്കിലും പോകണം. ഇവിടുന്ന് ട്രെയിനുണ്ട്. ഞാനിപ്പം ഈ ഒരു യാത്ര ഇപ്പോൾ ഉടനെ തീരുമാനിക്കുന്നുണ്ട്. വരുന്നവരൊക്കെ ഞാൻ ഇടാം, എൻ്റെ കൂടെ വന്നാൽ മതി. ഞാൻ ബലികർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. ആ കനത്ത ബലി 5 ശിഷ്യന്മാരുമായിട്ട് വന്ന് അവിടെ ഉഗ്രപ്രത്യങ്കര ശത്രുദോഷമൊക്കെ തീർക്കും. ധൂമാവതി ഹോമം ചെയ്യും, കാക്കയ്ക്ക് സാന്നിധ്യമാക്കി വെച്ചുകൊണ്ട്. അതൊക്കെ ചില സ്ഥലങ്ങൾ, ഭാരതത്തിൻ്റെ പവിത്രമായ ചില സ്ഥലങ്ങളിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങളുണ്ട്. നമുക്കത് ചെയ്യാം. വരുന്നവരെ ഞാൻ അറിയിക്കുമ്പോഴത്തേക്ക് അവിടെ ബുക്ക് ചെയ്താൽ മതി, എൻ്റെ കൂടെ വരാം. ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് അത് നല്ല യാത്രയാണ്. ചുമ്മാ പണം ഉണ്ടാക്കാനല്ല, ഇത് നമ്മളെ കൂടെ എൻ്റെ കൂടെ ഉള്ള യാത്രയാണ്. ഞാനും ടീച്ചറും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 15 പേരുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മൾ ചില കാര്യങ്ങൾ, നമ്മൾ ഈ തിരക്കുള്ള ജീവിതത്തിൽ തീപിടിച്ച് പോകുന്ന ജീവിതത്തോടെ നമ്മൾ അറിയാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട്. നമ്മൾ ജീവിക്കാൻ മറന്നു പോകും, ഇല്ലേ? കല്യാണം കഴിക്കും, വീട് വയ്ക്കും, കുട്ടികളെ വളർത്തും, കുട്ടികളെ പഠിപ്പിക്കും, അവളെ കല്യാണം നടത്തും, പിന്നെ സംഘർഷങ്ങളും, അവർക്ക് കുട്ടികളില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ നടുവിലും ബാധ്യതകളും പ്രശ്നങ്ങളുടെ നടുവിലും നമ്മളെക്കുറിച്ച് മറന്നു പോകും, ഇല്ലേ? നമ്മുടെ ശരീരത്തെക്കുറിച്ച് മറന്നു പോകും. പനിയാണ്, ഒരു പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിക്കും. സുഖമില്ല, പോയി എക്സ്റേ എടുക്കും. എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമുണ്ട്, എനിക്ക് മൊബൈൽ നോക്കാനേ പോയി, എനിക്ക് എടുക്കാൻ പോലും പറ്റില്ല. എന്നെ കഴിഞ്ഞ ദിവസം ആൾക്കാർ വിളിച്ചാൽ പറഞ്ഞു, സ്വാമി മൊബൈലൊന്നും എടുക്കണില്ലേ സ്വാമി, മൊബൈൽ എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഒരു പയ്യൻ, ഒരു കുട്ടിയുടെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഒരു തഹസീൽദാരുടെ മൂന്നാറിലുള്ള, അദ്ദേഹത്തിന് ദൈവവിശ്വാസമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അളിയനുണ്ടായിരുന്നു, അത് മജിസ്ട്രേറ്റായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ, സ്വാമി ഇങ്ങനെ കുട്ടി രാവിലെ ടൈ കെട്ടുമ്പോൾ കവിളിങ്ങനെ വീർത്ത് വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് കാര്യമാണെന്ന്. ഞാനവിടെ കാന്തല്ലൂർ ആശ്രമത്തിൽ വന്ന് ഞാൻ ഒരു പരിഹാരം ചെയ്ത് കൊടുത്ത് പുള്ളിയെ ടൈ കെട്ടി സ്കൂളിൽ പോയി വലിയവനായി. എൻ്റെ കണ്ണ് കാഴ്ച പ്രശ്നമായി, ഈ ഒരു കണ്ണ്. ഇപ്പം ഞാൻ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് തെളിഞ്ഞ് വരുവാണ്. പക്ഷേ മൊബൈൽ നോക്കിയാൽ അപ്പോൾ തലവേദന വരും. എനിക്ക് രഹസ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറയുവാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദൈവഭാഗ്യം കൊണ്ട് എങ്ങനെയോ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ മൊബൈൽ നോക്കാൻ പറ്റില്ല. ഇപ്പോൾ ലാൻഡ് ഫോൺ ഇല്ലാത്തതുകൊണ്ട് ആരെയും വിളിക്കാനും വയ്യ. ഇടയ്ക്ക് ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിക്കുന്നതാണ്. ഇനിയിപ്പോൾ അത് ശരിയാക്കണം. നാളെ ഇനിയിപ്പോൾ ഒരു ചെന്നൈ യാത്രയുണ്ട്. അതുകൊണ്ടാണ് 2 ദിവസം ഈ കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മനുഷ്യനെപ്പോഴും ഞാൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു വന്നു. ഭീകരമായ യുദ്ധം നടക്കുന്നു. യുദ്ധം കഴിയുമ്പോൾ എന്താണ് നേടുന്നത്? കുറേ പേര് മരണപ്പെടും. സാമ്രാജ്യങ്ങൾ തട്ടിയെടുക്കാൻ സാമ്രാജ്യത്വത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നവരും ട്രംപിനെ പോലുള്ളവരൊക്കെ എന്താ ചെയ്യാനാണ്? മനുഷ്യനെ കൊന്നു തള്ളുകയല്ലേ? അണുവായുധം പ്രയോഗിക്കുന്നു. ഹിരോഷിമയിലും നാഗസാക്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിലുണ്ടായിരുന്നത് ഇല്ലേ? അവിടെ ഒരു അണുബോംബ് പൊട്ടിയതിൻ്റെ ഇപ്പോഴും തീർന്നിട്ടില്ല അതിൻ്റെ നാശം. കത്തിക്കരിഞ്ഞു പോകുന്ന മണ്ണിൻ്റെ ആത്മാവ് നശിച്ചു പോകുന്ന അണുവായുധങ്ങൾ പ്രയോഗിക്കുന്നത്. അതിനേക്കാൾ വലിയ സ്ത്രീകളുടെ നാക്കുണ്ടെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തൊരു അണുവായുധ സ്വാമി, എൻ്റെ ഭാര്യ പറയണ കേട്ടാൽ ഈ ഭൂമിയെ കത്തിപ്പോവും. എന്നെ പറയണത് കേട്ടാൽ, എന്നാൽ പുള്ളി പറയണത് എന്നെ പറയുന്നത് കേട്ടാൽ, പുള്ളിയെ പറയുന്നത് കേട്ടാൽ ഞാനാണ് അവളെ എല്ലാ കാര്യവും നോക്കണം. പക്ഷേ അവളെ ഭാവി എന്ന് പറഞ്ഞ ഒരു നാക്ക്. ഞാൻ പറഞ്ഞു ഭാര്യയുടെ നാവിന് ഇത്തിരി ശക്തി കൂടുതലാണല്ലോ. അയ്യോ സ്വാമി, എനിക്ക് നിങ്ങളെ 100% വിശ്വാസമാണ്. എൻ്റെ ഭാര്യയുടെ നാവ്, എൻ്റെ പിള്ളേരെല്ലാം എന്നെ ഉപയോഗിച്ചിട്ട് പോയി. അവൾക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിലും, അവൾ 4 വർത്താനം എന്നെ പറഞ്ഞില്ലെങ്കിലും അവളെ നാവിൽ നിന്ന് വരുന്നത് ഞാൻ ചുമ്മാ തേങ്ങ പറക്കിയിട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. നിങ്ങൾ അവിടെയെങ്കിലും പോയി നിൽക്കേണ്ട, തലയെ വല്ല തേങ്ങയും വീണാൽ പിന്നെ ഞാനേ ഉള്ളൂ എന്ന് പറഞ്ഞു തരുന്ന മുമ്പ് തലയിൽ ഒരു തേങ്ങ വീണു സ്വാമി. ഞാൻ പറഞ്ഞു ചില സ്ത്രീകളുടെ നാവിൻ്റെ തുമ്പത്തൊരു ലക്ഷണമുണ്ട്. എന്ന് വിചാരിച്ച നാവിൻ്റെ തുമ്പത്ത് കറുത്ത പുള്ളിയുള്ളവരാരും പേടിക്കണ്ട, എല്ലാവർക്കും അങ്ങനെയില്ല. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു സഹോദരിയുണ്ട്. ഒരു പൂ ഇങ്ങനെ മാവ് നിറച്ച് നിന്നാൽ എടാ സുനി, എന്തുമാത്രം മാങ്ങയടാ ഇതിനകത്ത്, മാങ്ങ മുഴുവൻ, ഒറ്റ മാങ്ങ മുഴുവൻ പുഴുവായി പോവും. പൂക്കളെക്കുറിച്ച് പറഞ്ഞാൽ എന്തൊരു നല്ല പൂക്കൾ, പിറ്റേ ദിവസം മുഴുവൻ അടിവേര് ഇവിടെ കരിഞ്ഞു പോകും. നമ്മുടെ ഒരാളുണ്ട്, അദ്ദേഹം മരങ്ങളെക്കുറിച്ച് നല്ല ജ്ഞാനമാണ്. മരം വെട്ടിൽ വലിയ ഇഷ്ടമാണ്. നമുക്ക് ഇവിടെ പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ ഇദ്ദേഹം മരം മുറിക്കാനായിട്ട് പോകും. മരം മുറിക്കാനായിട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയും. വന്നല്ല ഈ മരം, സാറേ ഈ പ്ലാവ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കാം. എന്തോ കിട്ടും ഇരിക്കും. അത് എന്തോ പുള്ളി ആർക്കും ഒന്നും കൊടുക്കില്ല. ലാഭം മാത്രം, സ്വന്തം ലാഭം മാത്രമേ ഉള്ളൂ. പക്ഷേ മനസ്സും ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പുള്ളി ബിസിനസ്സിനകത്ത് മരം വെട്ടുമ്പോൾ അങ്ങനെയാണ്. എൻ്റെ അടുത്തായാലും വഴക്കൊക്കെ ഇടും. ഇതെങ്ങനെ എന്ത് ചെയ്യും, എത്ര കിട്ടും എന്ന് ചോദിക്കും. പറയും അത് എന്തോന്നു സാറേ, അത് എന്തെന്ന് കിട്ടാൻ ഞാൻ എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞ് പുള്ളി ഒരു വില പറയും. എന്തോന്ന് ഇത്രയേ ഉള്ളോ വില, ഇത് നല്ല ഉശിരുള്ള മാവും പ്ലാവും ഒക്കെ ഇല്ലേ, ഇതിന് എന്തോ ഒരു പലക ഇത്ര വർഷം പഴക്കം, എന്നാൽ പിന്നെ ഇതിവിടെ നിൽക്കട്ടെ സാറേ എന്ന് പറഞ്ഞ് ഈ കൈ കൊണ്ട് ഈ പ്ലാവിൽ ഒറ്റ അടിയടിക്കും. പിന്നെ ഒരാളും ആ വിലയ്ക്ക് വരൂല എന്ന് മാത്രമല്ല, അതിൻ്റെ അടിവേര് വരെ കരിഞ്ഞു പോകും. ഒരാൾ എന്നോട് പറഞ്ഞാണ് അവസാനം. ഞാൻ ചോദിച്ചു എന്ത് അദ്ദേഹത്തിന് അന്വേഷിക്കുന്നത്? അല്ല, അദ്ദേഹം വന്നൊരു പ്ലാവിൽ ഒരു തട്ട് തട്ടിയിട്ട് പോയി, അത് കരിഞ്ഞു പോയി സാറേ. ഞാൻ പറഞ്ഞു ഇപ്പം എന്തിനാ വന്ന്? അത് അദ്ദേഹത്തിന് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെയൊക്കെ പൂർവ്വജന്മം എടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങളുണ്ട്. പൂർവ്വജന്മം നമ്മൾ എടുക്കുമ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാരണമുണ്ട്. അത് മനഃപൂർവ്വമല്ല. ഈ പറഞ്ഞാലും നല്ല ദയാലുവാണ്, ഒരുപാട് പേരെ സഹായിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മരത്തിൻ്റെ കാര്യത്തിൽ പുള്ളി കോംപ്രമൈസ് ഇല്ല. മരം പുള്ളി വില കുറച്ചേ പറയുള്ളൂ. എനിക്ക് ചെറിയ മരങ്ങളൊക്കെ ഈ തന്ത്രശാസ്ത്രത്തിൽ വേണമല്ലോ, എല്ലാം കൊണ്ടുവരും. നല്ല പ്രതിഫലവും വാങ്ങിക്കും. സൗകര്യമൊന്നും ഉള്ളതല്ല, അതൊക്കെ വാങ്ങിക്കും. എല്ലാം ഉത്തമമായിട്ട് ചെയ്തു തരൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞ ചില ആൾക്കാരുടെ വാക്കുകൾ, ചില ആൾക്കാരുടെ കർമ്മങ്ങൾ, ഇതെല്ലാം ജീവിതത്തിൽ മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ആഘാതമുണ്ട്. ഇദ്ദേഹം നന്മയുള്ള ആളായിട്ട് കുഴപ്പമില്ല. മരങ്ങൾ, അപ്പം മരം നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ പിന്നെ എപ്പോഴും വിചാരിക്കുന്നത് മരം എന്ന് പറഞ്ഞൊരു കഥ എഴുതണം. ഇദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടൊരു മരം നശിച്ച് ചെതലെടുത്ത് നശിച്ചു പോകണമെന്നുള്ള, ഇടിമിന്നലേറ്റ് വീഴുന്നതിനേക്കാൾ നല്ലതാണ് അതിനെ മുറിച്ചെടുക്കുന്നത്. ഒരു ഇടിമീനലേറ്റ മരം ഉണ്ടെങ്കിൽ, ഇടിമീനലേറ്റ തെങ്ങുണ്ടെങ്കിൽ അത് ആ വീടിന് ഭയങ്കര ദോഷമാണ്. എൻ്റെ അടുത്ത് ഒരുപാട് വരുമ്പോൾ ഞാൻ പറയുന്ന വീടിൻ്റെ ഇന്ന ഭാഗത്തൊരു തെങ്ങ് ഇടിമിന്നലേറ്റ് വീണിട്ടുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഇടിമിന്നലേറ്റ് പശു ചരിഞ്ഞിട്ടുണ്ടല്ലോ, ഇതെല്ലാം തന്നെ ദോഷകരമാണ്. അപ്പം ഒരു മരം മുറിച്ച് കളയേണ്ട സമയത്ത് ആത്മഹത്യ വരെ എല്ലാം ജീവനുള്ളത് മാത്രമേ വളരൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം മരങ്ങൾ മുറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. സത്യം പറഞ്ഞാൽ മരം മുറിക്കുന്നതിന് മുമ്പ് ഒരു നല്ല ജ്യോതിഷ പണ്ഡിതനെ കണ്ട്, എൻ്റെ വീട് ഇത്ര സെൻറ്റ് വിസ്തമാണ്, ആ വീടിൻ്റെ ഇന്ന ഭാഗത്തൊരു മരം നിൽപ്പുണ്ട്, ആ മരം മുറിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ഇത് മുറിച്ച് തള്ളിയാൽ ആ കിടക്കുന്ന കറ ആ ഭൂമിയിൽ വീണാൽ ആ ഭൂമി ദോഷമാവും. എനിക്ക് ഒരുപാട് അനുഭവമുള്ളതാണ്.
ആ മരത്തിലെ കറയുണ്ടല്ലോ, അതിൻ്റെ ആത്മാവ് ഇങ്ങനെ ഉരുകി ആ കറ ഇങ്ങനെ വീണാണ്ടുണ്ടല്ലോ, ആ ഭൂമി പിന്നെ ഗതി പിടിക്കില്ല. ആ ഭൂമി താമസിക്കുന്നവരും ഗതി പിടിക്കില്ല. ഒരുപാട് നമ്മളിപ്പോൾ വീട് വയ്ക്കാൻ വേണ്ടി വെട്ടിമുറിച്ചാൽ കളയും. വെട്ടിമുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് പെടാൻ പാടില്ലാത്ത വളർന്ന കായ്ഫലം തരാൻ പറ്റുന്ന ചില മരങ്ങളുണ്ട്. ആ മരങ്ങൾ നമ്മൾ വെട്ടിക്കളയുമ്പോൾ ആ വളരേണ്ട മരം, അതിൻ്റെ ഇല വീഴേണ്ട മരം, അതിൻ്റെ തണൽ കിട്ടേണ്ട മരം, ആ മരം നശിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു സ്ത്രീ, അവർ അസൂയയും കുശുമ്പും കൊണ്ട് സഹിക്കാൻ പറ്റാത്ത സ്ത്രീയാണ്. ഇവരെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ ചെടി വെച്ച്, ചെടികളും പൂക്കളും ഒക്കെ വെച്ച് നല്ല പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ ജോലി അതിൽ ചൂടുവെള്ളം ഒഴിക്കുക. മറ്റവരുടെ ചെടി മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഒരു ഭയങ്കര പ്രശ്നമാണ്, അവർ ഞങ്ങളില്ലാത്തപ്പം ഇത് മുഴുവൻ ചൂടുവെള്ളം ഒഴിച്ച് എൻ്റെ ചെടികളും എൻ്റെ പൂക്കളും ഒക്കെ പോവുകയാണ്, എൻ്റെ മീനിനൊക്കെ എന്തൊക്കെ ഇട്ട് എൻ്റെ മീനുകളൊക്കെ ചത്തുപോയി. അപ്പം ഞാൻ പറഞ്ഞു, അവരുടെ ഏതോ ജന്മത്തിലെ കടങ്ങൾ അവർ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. വളരേണ്ട ഒരു ചെടിയെ നശിപ്പിക്കുക, വളർന്ന് സുഗന്ധം പരത്തേണ്ട പൂവിനെ നശിപ്പിക്കുക അല്ലേ. ഒരു കരിയിലകൾ അതിങ്ങനെ ഒരു മരം വളർന്ന് അതിൻ്റെ കരിയില നിലത്ത് വീണാൽ ആ നിലത്ത് വീഴുന്നതിനൊരു ഭാഗ്യമുണ്ട്. അത് ഉണങ്ങി വീഴുമ്പോൾ ആ വീഴുന്ന മണ്ണിനൊരു ഭാഗ്യമുണ്ട്. അതെല്ലാം കൂടെ വാരി അപ്പുറത്തെ വീട്ടിൻ്റെ നെഞ്ചത്തോട്ട് വാരിയിടുക അല്ലേ. ഇതൊന്നും നല്ല കർമ്മങ്ങളല്ല. ഇതൊക്കെ തന്നെ കിടക്കുന്ന കർമ്മങ്ങൾ. ജീവിതത്തിൻ്റെ അവസാന കാലം കിടക്കുമ്പോൾ എന്താണ്, കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വലിയ ഞാൻ എത്രയോ സ്ഥലത്ത് പോകുന്നതാണ്, എത്രയോ വീടുകളിൽ പോകുന്നതാണ്. ഈ അസൂയയും കുശുമ്പും അഹങ്കാരവും ഒക്കെ കൊണ്ട്, സഹിക്കാൻ പറ്റാത്ത അസൂയയൊക്കെ കൊണ്ട് സ്നേഹിച്ചവരെയും സ്മരണകളില്ലാത്ത സ്മരിക്കേണ്ടവരെയും ഒന്നും സ്മരിക്കാതെ കിടന്ന് നരകിച്ച് മലമൂത്ര വിസർജനങ്ങളിൽ കിടന്ന് പുറം പൊട്ടി ഒലിച്ച് എൻ്റെ അടുത്ത് മക്കളും ഒക്കെ ചോദിക്കും, സ്വാമി സമയമായോ ഒന്ന് പറയൂ, ഒന്ന് സമയമായി, ഇവിടെ ഞങ്ങൾക്ക് നോക്കാം, ഞങ്ങൾക്കിത് പറ്റുന്നില്ല സ്വാമി. ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ ഒലക്കെടുത്തടിച്ചു. പാവം ഭർത്താവാണ്. കോപം വന്നപ്പോൾ ഒലക്കെടുത്തടിച്ചു. അയാളെ മണ്ട പൊട്ടിപ്പോയി. അദ്ദേഹം ഇറങ്ങിപ്പോയി, പിന്നെ തിരിച്ചു വന്നേയില്ല. ആ സ്ത്രീ മരിക്കാൻ പറ്റാതെ ഇരുന്നിരുന്ന് അവസാനം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇവർ കിടന്ന് ഈ ഭർത്താവിൻ്റെ പേര് വിളിച്ച് കരയും. ഭർത്താവിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു കലം വെള്ളം, ഒരു നുള്ള ഭസ്മവും ഒരു മഞ്ഞപ്പൊടിയും ഒരു ഉപ്പും ഇട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ കാൽക്കലേക്ക് വെക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു 7 ദിവസം കഴിഞ്ഞ് അവർ പറഞ്ഞു, സ്വാമി കരിക്കട്ട പോലെ ആയിപ്പോയി, കരിക്കട്ട പോലെ. അതാ മനുഷ്യനെ നമ്മൾ തന്ത്രശാസ്ത്രത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. കാരണം മനുഷ്യൻ ഈ ദുഃഖവും നരകവും ഒക്കെ ഭൂമിയിൽ തന്നെയെന്ന് പറയുമ്പം നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ ഫലം, പാപങ്ങളുടെ ഫലം ആരും അറിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ആരും അറിയണില്ല, ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ ഈശ്വരൻ്റെ കണക്ക് പുസ്തകത്തിൽ കൃത്യമായി എഴുതും. ഞാനീ പറയുന്നതൊക്കെ തന്നെ എൻ്റെ മുമ്പിൽ വന്ന് നിറയുന്ന അനുഭവങ്ങളാണ് പറയുന്നത്. വളരെ ഭീകരമാണ്, വളരെ ദുരിതമാണ്, ദുഃഖമാണ്. മരണമില്ലാതെ കിടക്കുന്ന അവസ്ഥ. ഒരു ഉറക്കത്തിൽ അങ്ങ് പോയാൽ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ഈശ്വരൻ അറിഞ്ഞുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കുകയോ അന്യൻ്റെ സ്വത്ത് കവർന്നെടുക്കാനോ എന്ന അവസ്ഥ വരരുത്. ദുഃഖങ്ങൾ താങ്ങാനുള്ള ദുഃഖമേ എനിക്ക് തരാവൂ, ദുഃഖത്തിൻ്റെ തോന്നി എനിക്ക് താങ്ങാൻ കഴിയുമേ ഭഗവാനെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ. 1000 വർഷം ജീവിച്ചിരിക്കുന്നതല്ല ജീവിതം, 1000 കാലം ജീവിച്ചിരിക്കുന്നതല്ല, 1000 യുഗങ്ങൾ ജീവിച്ചിരിക്കുന്നതല്ല. നീ നിമിക്കുന്ന ഓരോ നിമിഷവും നീ ജീവിക്കുന്നുണ്ടോ എന്നറിയണം. നീ ജീവിക്കുന്നുണ്ടോ? നിനക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? നിനക്ക് ശാന്തി കിട്ടുന്നുണ്ടോ മനസ്സിന്? നീ ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും, എനിക്ക് 2 സുഹൃത്തുക്കളുണ്ട്, കടം മേടിച്ചുള്ള അമ്പലങ്ങൾ മുഴുവൻ പോകും. എനിക്കറിഞ്ഞൂടാ. ഞാൻ അവരോട് പറഞ്ഞു, നീ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. ക്ഷേത്രങ്ങൾ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് ആരും പോണ്ട. നിൻ്റെ കർമ്മത്തിന് ശുദ്ധിയില്ലെങ്കിൽ അല്ലേ, കർമ്മശുദ്ധിയോടുകൂടി സമർപ്പണത്തോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ ഈശ്വരൻ്റെ കടാക്ഷം ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് എങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള നിരവധി സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ജനിച്ചാൽ മരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ പൂർവ്വജന്മത്തിൽ നിന്ന് നീ ജനിക്കേണ്ടത് എവിടെയാണ്? ആരുടെ ഗർഭപാത്രത്തിലാണ് നീ പോയി ജനിക്കേണ്ടത്? അത് ഏത് ക്രിമിനലിൻ്റെ മൈൻഡുള്ള അച്ഛനിൽ നിന്നാണ് നീ ശാന്തമായിട്ടുള്ള ആ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ജനിക്കുന്നത്? ആ ഗർഭപാത്രത്തിൽ നീ പുറത്തു വന്ന് നീ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? നീ സൃഷ്ടിച്ച അച്ഛനമ്മമാരെ കൊല്ലുന്നവരാണോ, വേദനിപ്പിക്കുന്നവരാണോ, പീഡിപ്പിക്കുന്നവരാണോ? അല്ലെങ്കിൽ നീ മദ്യവും ലഹരി പദാർത്ഥത്തിന് അടിമയായി അവരുടെ മനസ്സിൻ്റെയും ശാന്തി കളയുന്നവരാണോ?
മകനെ ഓർത്ത് ദുഃഖിക്കുന്ന, മക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളുടെ ദുഃഖം എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ പ്രോഗ്രാമുകൾ വേണ്ടാന്ന് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നെക്കൊണ്ട് സാധിക്കണില്ല. അപ്പോഴും ടീച്ചറെ പറയും, എന്നാലും സ്വാമിയുടെ അനുഭവങ്ങളൊന്ന് പോയി പറയണം. ഈ അനുഭവങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പറയണത് അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് പറയാൻ പറ്റുന്നത്. അവിടെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 3 മണിക്ക് എഴുന്നേൽക്കും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജൊക്കെ ഇടാനുണ്ടെങ്കിൽ നോക്കും. ഈ കണ്ണിന് പ്രശ്നമുണ്ട്, എന്നെക്കൊണ്ട് പറ്റണില്ല. ഞാൻ നോക്കും, അപ്പോൾ തന്നെ എനിക്ക് കണ്ണുവേദന വരും. അതിനിപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വരുവാണ്. വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ആ സ്ത്രീ ഒരു വക്കീലെങ്ങാണ്ടാണ് അവർ പറഞ്ഞ്, ഒരാൾ വിളിച്ചോ പറഞ്ഞു, അയ്യോ സ്വാമി ഭയങ്കര മന്ത്രവാദിയാണ്, അങ്ങനെ അടുത്തൊന്നും പോരുതേന്ന്. സ്വന്തം മകനെ രക്ഷപ്പെടുത്തിയ കുറേ പൈസ വാങ്ങിച്ചിട്ടൊക്കെ ചെയ്തെങ്കിൽ പിന്നെയുണ്ട്, അതുമില്ല. സ്വാമി ഭയങ്കര മന്ത്രവാദിയാണ്, അങ്ങനെ അടുത്തൊന്നും പൊക്കളയരുത് എന്ന് പറഞ്ഞു. പിന്നെ നമുക്കത് വരാനുള്ളതോടെ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് പുസ്തകം എഴുതാൻ ലേറ്റായി. ഇപ്പം എനിക്കിനിപ്പോൾ ഞാനിപ്പോൾ രാവണനെ കുറിച്ചിട്ടുള്ള രാവണരാവുകൾ, രാവണൻ്റെ 10 ദിവസത്തെ മരണത്തിന് മുമ്പുള്ള 10 ദിവസം 10 തലകളുടെ ചിന്തകളാണ് ഞാനിപ്പോൾ എഴുതാൻ. ഇപ്പോൾ ശ്രീലങ്കയിൽ പോകുന്നതാണോ എനിക്കൊന്നും. അപ്പോൾ അതുവരെ പോയി യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്നവരെ എൻ്റെ DNA പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴല്ല പോകുന്നത്, യാത്രകളുണ്ട്. 2-3 ദിവസം ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും വരും. എന്നെ വിളിക്കുന്നവർക്ക് ഞാൻ ഡേറ്റ് തീരുമാനിച്ചില്ല. 9037744456 ആണ് മുറിപ്പാലത്തിന് മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലെ നമ്പർ. അവിടെ വിളിച്ച് ബുക്ക് ചെയ്യണം. 20 പേരെ ദിവസം നോക്കാൻ പറ്റുന്നുള്ളൂ. ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും പരിഹാരക്രിയകളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് തെളിയുന്നത് അല്ലാത്തൊന്നും പറ്റില്ല. ഇപ്പോൾ കാസർഗോഡും കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നാൽ തെളിയാത്തതിന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ ഒരാൾ ഇന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ അവിടെ ഇരിക്കുക ഈ ആറ്റുകാലമ്മയുടെ ക്ഷേത്രത്തിലേക്ക് പോകാനിരിക്കുമ്പോൾ സ്വാമി തലക്കാവേരി പോയി കുളിച്ചു, പ്രത്യേകിച്ചൊന്നും കാണണില്ല. ആത്മാവിന് തടസ്സമുണ്ട്. ആയുസ് പോകേണ്ട ആൾ ജീവിച്ചിട്ട് ഇത്രയും പറയാൻ പറ്റില്ല, അത്ര ഊർജ്ജത്തോടുകൂടി പറയാൻ പറ്റണില്ലേ? അത് തന്നെയാണ് തലക്കാവേരിയിൽ തലവിധി മാറ്റിയാൽ കുളിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇന്ന ദിവസം ഇന്ന് അപകടം പറ്റി, നിങ്ങൾക്ക് ആയുസ്സിന് തടസ്സം ഉണ്ടാകേണ്ട ദിവസമാണ്, നിങ്ങൾ തലക്കാവേരി പോയി കുളിച്ചോളൂ. ജന്മജന്മാന്തരങ്ങളായി വന്നു ചേർന്ന പാപങ്ങൾക്ക് പരിഹാരമുണ്ട്, അവിടെ പൊക്കോളൂ എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലാതെ പോയി കുറേ അങ്ങനെ വഴിപാടായിട്ട് എഴുതിത്തന്ന് പോയി പരിഹാരം ചെയ്യാൻ ഒരു കാര്യമില്ല. ചില കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇനിയും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.